എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. താഷ്കൻഡിലാണുള്ളത്. താഷ്കൻഡിലെ റൂമിൽ, ഹോട്ടൽ റയാൻ്റെ റൂമിലാണുള്ളത്. ഇന്നിവിടെ വന്നിട്ട് വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ഇന്ന് ഇവിടെ 5-ാമത്തെ ദിവസമായി ഇവിടെ വന്നിട്ട്. ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ്. 8 മണിയോടുകൂടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങും. ഹിൽ സ്റ്റേഷൻ്റെ എൻഡ് വരെ ഞങ്ങളുടെ വാഹനം പോവില്ല, ബസ് പോവില്ല. അവിടെ നിന്ന് വേറെ ചെറിയ വണ്ടികൾ ആക്കിയിട്ട് വേണം മുകളിലേക്ക് പോകണമെങ്കിൽ. നല്ല വൂളൻ ഡ്രസ്സൊക്കെ കരുതണമെന്നാണ് പറഞ്ഞത്. നല്ല മഞ്ഞുവീഴ്ചയില്ലെങ്കിൽ പോലും അത്രയധികം തണുപ്പുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. എന്തായാലും വളരെ എക്സൈറ്റഡ് ആണ്. നമുക്ക് അവിടുന്ന് കാണാം. അതിനു മുമ്പ് ഞാനൊരു വേറൊരു കാര്യം കാണിച്ചു തരാം. കാരണം എൻ്റെ പേഴ്സ് ഇവിടെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. പേഴ്സ് ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. ആ പേഴ്സിൽ നിറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ കറൻസിയാണ്. ഈ കറൻസികളിങ്ങനെ ലക്ഷങ്ങളുടെയും 1,00,000 കറൻസിയാണിത്. അതോടൊപ്പം തന്നെ ഇതിങ്ങനെ 50,000-ൻ്റെയും 1,00,000-ൻ്റെയും ഒക്കെ കറൻസികളാണിത്. അതുകൊണ്ട് തന്നെ ലക്ഷങ്ങളാണ് പേഴ്സിനകത്തുള്ളത്. ലക്ഷങ്ങളുടെ കറൻസിയാണ് ഈ കാണുന്നത്. സോം എന്നാണ് ഇവിടുത്തെ കറൻസിയുടെ പേര്. പിന്നെ നമ്മളൊരു വാഷ്റൂമിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3000 സോം എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. 3000 ഉറുപ്പ്യക്ക് മൂത്രം ഒഴിക്കണമെന്നുള്ള പേടിയൊന്നും വേണ്ട. 3000 രൂപയ്ക്ക് വാഷ്റൂം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 10-12 രൂപയേ ആകുന്നുള്ളൂ. അതേപോലെ തന്നെ ഒരു ചായ കഴിക്കാൻ പോയാൽ, ബ്ലാക്ക് ടീ കഴിക്കാൻ പോയാൽ ചിലപ്പോൾ 5000 സോമായിരിക്കും ഉണ്ടാകുക. ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ 4 പേര് ഫുഡ് കഴിച്ചത് 2,50,000 രൂപയാണ്. 2,50,000 രൂപ എന്ന് വെച്ചാൽ 2,00,000 സോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ നാട്ടിൽ നിന്ന് കണക്ക് കൂട്ടിയാൽ മതി. കാരണം 132 രൂപ കിട്ടും ഒരു സോമിന്. ഒരു രൂപയ്ക്ക് 132 സോം കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് ഇവിടുത്തെ കറൻസിയുടെ ഒരു കാര്യം. 1,00,000-ൻ്റെയും 50,000-ൻ്റെയും ഡിനോമിനേഷൻസാണ്. 1000-ൽ താഴെ ഒരു ഡിനോമിനേഷൻ നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഏതെങ്കിലും ബില്ലിൽ 1000-ൽ താഴെ ഒരു ഡിനോമിനേഷൻ വന്നാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി. 1000-ൽ താഴെ ഒരു ഡിനോമിനേഷൻ നമുക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കറൻസിയുടെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒരു കമ്പാരിറ്റീവ്ലി മറ്റൊരു യൂറോപ്യൻ കൺട്രി അങ്ങനെയുള്ളതിനേക്കാളും കുറച്ചും കൂടെ ഒരു എന്താ പറയുക, നമുക്ക് ആക്സസിബിളും അതേപോലെ തന്നെ അഫോർഡബിളുമാണ് ഇവിടെ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിനി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായെന്ന് പറഞ്ഞിട്ട് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് വന്നിട്ട് ശേഷം നമുക്ക് പറയാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. വളരെ വിപുലമായ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒന്ന് കാണിച്ചു തരാം ഞാൻ. ട്രഡീഷണൽ ആയിട്ടുള്ള ഉസ്ബെക്കിസ്ഥാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മൾ ദാലടക്കം ഇവിടെ വെച്ചിട്ടുണ്ട്. ദാല്, കിച്ചട്ടി, എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാ സാലഡ്സ്, ഫ്രൂട്ട്സ്, ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. സാലഡ്, ഫ്രൂട്ട്സ്, എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിവിടെ ഇങ്ങനെ എല്ലാം അവിടെ ഉണ്ടാക്കി തരുന്നത് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഗുഡ്, വെരി ഗുഡ്. എന്നിട്ട് തന്നെ ഉണ്ടാക്കുന്നത് കിച്ചൺ അടക്കം ഓപ്പൺ ആയിട്ടാണ്. നമുക്കെല്ലാം ഇവിടെ കാണാം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുകളിലുള്ള താഷ്കെന്റ് സിറ്റിയുടെ കാഴ്ചകളാണ് ഇവിടെ. അങ്ങ് ദൂരെ മലനിരകളും മഞ്ഞ് കണ്ടിട്ടുണ്ടോ? മലനിര മുകളിലിങ്ങനെ മഞ്ഞ് കാണുന്നുണ്ട്. മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. നല്ല തണുത്ത കാറ്റാണ്. ദൂരെ നമ്മുടെ ബസ് കിടക്കുന്നുണ്ട്. ഇത് താഷ്കെന്റ് സിറ്റിയുടെ ഒരു എൻഡാണിത്. കാരണം സിറ്റി കവർ ചെയ്തിട്ടാണ് ഇന്നലെ നമ്മൾ വന്നത് ഇങ്ങോട്ട് രാത്രിയിൽ. ഇതൊരു എൻഡാണ് താഷ്കെന്റ് സിറ്റിയുടെ.
ഇവിടെ എല്ലായിടത്തിൻ്റെയും ഈ ഒരു പിന്നെ റൂഫ് കണ്ടില്ലേ, എല്ലാം ഇങ്ങനെ ചെരിച്ച് വാർത്ത് ഷീറ്റാണ്. അത് മുഴുവൻ മഞ്ഞ് വീണാൽ താഴേക്ക് വരാൻ വേണ്ടി, മഞ്ഞ് കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ദൂരെ താഷ്കന്റ് ടവർ കാണാം. നമ്മൾ പോയതാണ് അതിൻ്റെ അടുത്ത് താഷ്കന്റ് ടവർ കാണാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഹിൽ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ഒരു ത്രില്ലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അവിടെ നിന്ന് പോകുന്ന വഴിക്കൊക്കെ കാണാം. നമ്മൾ താമസിച്ച താഷ്കണ്ടിലെ റയാൻ ഹോട്ടലാണ്. റയാൻ ഹോട്ടലിലെ ഫ്രണ്ടിലാണുള്ളത്. ഇതൊരു 3 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടുത്തെ നല്ല സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. സ്പായും സ്വിമ്മിംഗ് പൂളും ഹോട്ട് സ്പ്രിങ്ങും എല്ലാം ഉള്ള സ്ഥലമാണ്. രാവിലെ അത്ര വലിയൊരു തണുപ്പൊന്നുമില്ല, എന്നാലും തണുപ്പാണ്. പക്ഷെ നമ്മൾ പോകുന്ന സ്ഥലത്ത് നല്ല തണുപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട്, പക്ഷെ ഫുള്ള് നമ്മുടെ ബസ് പോകില്ല. ആ ബസ്സിനകത്ത് വീണ്ടും നമ്മളുടെ ചെറിയൊരു വാഹനത്തിലേക്ക് മാറിയിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ബസ് ഫുൾ അങ്ങ് വരെ എത്തില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ കാണാം. താഷ്കന്റ് നഗരത്തിലെ പ്രഭാത കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. വാഹനത്തിൽ ഭയങ്കര മിമിക്രിയും മോണാക്റ്റും ബഹളമൊക്കെയാണ്. നല്ല ദൂരം മലനിരകളിൽ കണ്ടില്ല, മഞ്ഞ് വീണ് കിടക്കുന്നത്. മുകളിൽ വെള്ള കളറിൽ തിളങ്ങുന്നത് മഞ്ഞാണ്. മഞ്ഞ് പൊതിഞ്ഞ് നിൽക്കുകയാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരകളായ ചിംഗൻ മലനിരകളിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ചട്കാൾ മൗണ്ടൻ റേഞ്ചിൻ്റെ ഭാഗമായ ഗ്രേറ്റർ ചിംഗൻ ഏകദേശം 3309 മീറ്റർ ഉയരം വരെയുള്ള കൊടുമുടികളടങ്ങുന്നതാണ് ഗ്രേറ്റർ ചിംഗൻ എന്ന് പറയുന്നത്. ഇത് ബോസ്നിൽക്ക് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിൽ, താഷ്കൻഡിലെ ബോസ്നാലിക് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു ചിംഗൻ മലനിരകളുള്ളത്. താഷ്കന്റ് ടൗണിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്ററോളം ദൂരമുണ്ട് ചിംഗൻ മലനിരകളിലേക്ക്. കുറേ ദൂരം സമതലങ്ങളിലൂടെ ഓടി പിന്നീട് ഹെയർപിൻ ബെൻസ് കയറിയിട്ട് വേണം ഞങ്ങൾക്ക് മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. ഗ്രാമപ്രദേശങ്ങളും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചെറിയ പട്ടണങ്ങളുമൊക്കെയായി ഞങ്ങളുടെ യാത്ര എങ്ങനെ മുന്നോട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചിംഗൻ മലനിരകളാണ് നമ്മൾ ദൂരെ കാണുന്നത്. താഷ്കൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷനാണ് ചിംഗൻ. ചിംഗൻ മലനിരകളിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ദൂരെ മലനിരകൾ കാണാം. മലനിരകളുടെ മുകളിൽ വെയിലടിച്ചിങ്ങനെ തിളങ്ങുന്ന ഐസ് വീണ്
കയറ്റങ്ങളാണ്, ഹെയർപിൻ ആണ്, നമ്മളൊരു ചെറിയൊരു വണ്ടിയിൽ ഇവിടുന്ന് പോവുകയാണ്. ഒരു ഓമിനി അല്ല, ഷവർലയാണ്, ഷവർലയുടെ വണ്ടിയാണ്. അതിനാണ് ഇപ്പം മലമുകളിലേക്ക് പോകുന്നത്. ബസ് ഇവിടം വരെ വന്നിട്ടുള്ളൂ. കംപ്ലീറ്റ് കയറ്റം ഹെയർപിൻ ബെൻസൊക്കെ ആണെന്നാണ് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ മലനിരകളിലേക്കുള്ള പോകുന്ന വഴിയിലാണ്. ബാക്കി വണ്ടികൾ വരാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, ദൂരെ മലനിരകളിൽ മഞ്ഞ് വീണ് കിടക്കുന്നത് നമുക്ക് കാണാം. നല്ല രസമുള്ള കാഴ്ചകളാണ്. ഇവിടെ നല്ല കളറുകളും നല്ല ചുവപ്പും പച്ചയും ഒക്കെയുള്ള ഇലകളും വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഇവരാണ് നമ്മളുടെ വാഹനങ്ങളിലെ, ചെറിയ വാഹനങ്ങളിലെ ഡ്രൈവർമാർ. ഇവരാണ് നമ്മുടെ മലനിരകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ തരത്തിലുള്ള ഡാമാസ് എന്ന് പറഞ്ഞ വണ്ടി, ഇത് ഷവർലയുടെ വണ്ടിയാണ്. ഡാമാസ് എന്ന് പറയുന്ന വണ്ടിയാണ് ഷവർലയുടെ. ഈ വണ്ടികളിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. മല കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷൻ്റെ മുകളിലെത്തി. ഇവിടെ ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, കാർട്ടുണ്ട്. കാർട്ടിനൊക്കെ 2.5 ലക്ഷം രൂപയാണ് മുകളിൽ പോയി വരാൻ വേണ്ടിയിട്ട്. കുതിരയുണ്ട്. അത്ര ഭയങ്കര ഭീകരമായ തണുപ്പൊന്നുമില്ല. ഇവിടെ ഒരു കേബിൾ കാർ ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ മുകളിൽ ഒന്ന് പോയി നോക്കാം. ഇവിടെ ടിക്കറ്റിംഗ് ആണ്. കേബിൾ കാറിൽ പോകാൻ വേണ്ടിയിട്ടുള്ളത് 30,000 സോമാണ് പെർ ഹെഡ്. നമസ്തേ. പഠിക്കും നമ്മളിവിടെ ഇങ്ങനെ സ്റ്റെപ്പിൽ കയറി നിൽക്കുക. അങ്ങനെ അത് കയറി അപ്പോൾ നമ്മൾ കേബിൾ കാർ കയറി ഇങ്ങനെ മുകളിലേക്ക് പോവാണ്. ഹായ്, നോ അതും മൊബൈൽ വീണുണ്ടോ താഴേക്ക്?
ഇതൊരു അനുഭവം തന്നെയാണ്. ഹൈറ്റും കുറവാണ്. അയ്യോ, താഴേക്ക് നോക്കുമ്പോൾ നല്ല താഴമുണ്ട്. ഇലകൊഴിഞ്ഞ് മരങ്ങളിലുള്ള ഒരു യാത്ര. നല്ല ഹൈറ്റിലാണ്, വളരെ പതുക്കെയാണ് പോകുന്നത്. നീർച്ചാലുകൾ താഴത്ത് കാണും. പുലി, കരടി എന്നിവയൊക്കെയുള്ള മുകളിലൊക്കെ പേടിയാണ്. ഇത്രയും ഹൈറ്റിൽ ഭയങ്കര ഒരു എന്താണ്, ശരിക്കും താമരശ്ശേരി ചുരത്തിൻ്റെ മുകളിൽ ലക്കിടിന്ന് താഴേക്ക് ഇങ്ങനത്തെ ഒരു സാധനം വെച്ചാൽ മതി ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട്. അയ്യോ, പേടിയാവുന്നു. താമരശ്ശേരി ചുരത്തിലുള്ളൊരു യാത്രയാണ്, മലമുകളിലേക്കുള്ള കേബിൾ യാത്ര. ഇതിൻ്റെ ആരംഭം കുറിക്കലാണ് കസാക്കിസ്ഥാൻ്റെ ബോർഡറിലെ മലകളിലേക്ക്. ഇതിൻ്റെ അപ്പുറത്ത് കസാക്കിസ്ഥാനാണെന്ന് പറയുന്നത് കേട്ടോ, ഈ മലയുടെ അപ്പുറത്തേക്ക്. ചുണ്ടൊക്കെ പൊട്ടി മുഖമൊക്കെ വരിഞ്ഞിട്ടുണ്ട്. അയ്യോ, നീലാകാശം, താഴ്വരകളും മലകളും മനോഹരമായ 5000 ഫീറ്റ് ഉയരത്തിലേക്കാണ് യാത്ര പോകുന്നത്. ഒരു ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടി ഫോട്ടോ ഇപ്പോഴാണ് പറഞ്ഞത്. താഴെ ചെല്ലുമ്പോൾ അത് എടുത്തു. നമ്മൾ മുകളിലെത്തി. 10,000 നമ്മൾ ഇവിടെ എല്ലാവരും എത്തി, ഇതിന് മുകളിലെത്തി. എല്ലാവരും ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും. ഇതിന് മുകളിൽ നിന്നുള്ള വിഷ്വൽസാണ് കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള വിഷ്വൽസാണ് കാണുന്നത്. ഇത്രയും ഉയരത്തിൽ നിന്ന് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണിത്. അങ്ങ് ദൂരെ സ്നോ ഒക്കെ വീണ് കിടക്കുന്നത് കാണാം. ഓ, പിന്നെന്ത്, അങ്ങോട്ട് ഇതിലെടുക്കാം. ഇങ്ങനെയാണ് കേബിൾസ് കാറുകൾ ഇവിടെ വരുന്നത്.
ദുനിയാവിലില്ലാത്ത ഒരു കേബിൾക്കാരാണ് ഇത് കണ്ട അതെ, ഒരു സേഫ്റ്റി ഇല്ലാത്ത രീതിയിലാണ്. കാരണം ജസ്റ്റ് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ മാറാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത റൗണ്ടിൽ നമ്മൾ കൊണ്ടുപോകും. മാത്രമല്ല നോക്കിക്കോളൂ, ഭയങ്കര റിസ്ക്കിലുള്ള ഇറങ്ങി വരുവാണ് ചെയ്യുക. ഇപ്പം നമ്മൾ മുകളിൽ ഏറ്റവും എവിടെ നോക്കിക്കഴിഞ്ഞാൽ 1300 1200 അടി പൊക്കത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. 1300 അടി ഉയരത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ 1300 അടി ഉയരത്തിലുള്ള കേബിൾ കാർ കാര്യം വളരെ രസമൊക്കെ ഉള്ളതാണ്. പക്ഷേ സേഫ്റ്റിയുടെ കാര്യത്തിൽ വളരെ പോറാണ്. കാരണം വേറെ ഒന്നുമില്ല, ഒരു വടി ഇങ്ങനത്തെ വെച്ചിരിക്കുന്ന മാത്രമാണ്. മുകളിൽ ദൂരെ കാണുന്നത്, അങ്ങ് മുകളിലേക്ക് കാണുന്നത് മഞ്ഞ് മലനിരകളാണ് മുകളിലേക്ക് കാണുന്നത്. എൻ്റെ മുകളിൽ നിന്നുള്ള താഴത്തെ ഗ്രാമത്തിനെ കാണുകയാണ്. അങ്ങ് ദൂരെ ഒരു തടാകമുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ മലനിരകളുടെ ഇടയിൽ ദൂരെ ഒരു തടാകമുണ്ട്. അപ്പോൾ ഇതാണ്ട് നമ്മൾ താഴേക്ക് പോണു. അങ്ങനെ 1300 അടിയിൽ നിന്ന് നമ്മൾ താഴേക്ക് പോവാണ്. താഴെ നിന്നുള്ള വിഷ്വൽസാണ് കാണുന്നത്. എന്തൊക്കെ നമസ്തേ നമസ്തേ. നമ്മൾ കയറിയിട്ട് അതേപോലെ തന്നെ ഈ കാറിൽ ഇറങ്ങുകയാണ്. മുകളിൽ കുറച്ചൊരു ഓക്സിജൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു സഫോക്കേഷൻ പോലെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ ഏറ്റവും പ്രശ്നം ഇതിൻ്റെ സേഫ്റ്റിയാണ്. യാതൊരുവിധ സേഫ്റ്റി മെഷേഴ്സും ഇല്ല. ഇത് കണ്ടോ, ഒരു സേഫ്റ്റി മെഷേഴ്സും ഇല്ലാതെയാണ് വരുന്നത്. സാധാരണ താഴെ വീണത് തന്നെ, അത്രേ ഉള്ളൂ. കാരണം ഒന്ന് തലയുറ്റും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തല ഒന്ന് ഹോൾഡ് ചെയ്യാനോ ഒന്നുമില്ല, നേരെ താഴേക്ക് പോകും. ആകെ ഇതാ ഇങ്ങനത്തെ ചെറിയ കുഞ്ഞൻ ഒരു ഇതുണ്ടല്ലേ, ഒരു കുഞ്ഞൻ വടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. വേറെ സേഫ്റ്റി ഒന്നുമില്ല. നാട്ടിലെ ഊഞ്ഞാലാണ്. പക്ഷേ സംഭവം രസമാണ്, അടിപൊളിയാണ്, ത്രില്ലിംഗ് ആണ്. പക്ഷേ സേഫ്റ്റിയുടെ കാര്യത്തിൽ ബിഗ് സീറോ ആണ്. കുറച്ചൊരു സഫക്കേഷൻ ഓക്സിജൻ പ്രശ്നമൊക്കെ ഉള്ളൊരു ഒന്ന് കെയർ ചെയ്തിട്ട് കയറുന്നതാണ് നല്ലത്. കാരണം 1400 അടിയുണ്ട്. 1400 അടിയുടെ മാത്രം പ്രശ്നമല്ല, ഭയങ്കര ഒരു ഇതുണ്ട് അവിടെ. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് താഴെ വില്ലേജസൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ കേബിൾ കാറൊക്കെ കഴിഞ്ഞ് താഴെത്തിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലേക്ക് കാണാനാണ് പോകുന്നത്. ലേക്കിലേക്കുള്ള യാത്രയാണ്. ഈ മലയുടെ അടിവാരത്തിലൊരു വില്ലേജ് ഉണ്ട്. വില്ലേജിൻ്റെ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ ടൗണിൽ കണ്ട പോലെ തന്നെ എവിടെയും വില്ലേജ് എല്ലാ വീടുകളുടെയും റൂഫ് ഷീറ്റ് വെച്ച് ചെരിച്ച് അടിച്ചിരിക്കുകയാണ്, മഞ്ഞ് വീഴ്ചയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ തന്നെ റിസോർട്ടുകളും ഹോട്ടൽസും എല്ലാം ഉണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് പച്ച കളറിലുള്ള ഒരു മിനാരം കണ്ടൊരു മോസ്ക് കണ്ടു. സാധാരണ ഇവിടെ എല്ലാവരും ബ്ലൂയിഷ് ആണ് കാണുന്നത്, ഇവിടെ വെച്ചൊരു ഗ്രീനിഷ് കണ്ടു. അങ്ങനെ നമ്മൾ തടാകത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. മുകളിൽ നിന്ന് കാണേണ്ട തടാകമാണ്. ആ കേബിൾ കാർ പോയപ്പോൾ
അസാധ്യ പ്ലേസ് തന്നെയാണ്. ഭയങ്കര രസമാണ് കാണാൻ. മലനിരകളും അതിൻ്റെ ഇടയിലുള്ള ഈ നീല തടാകവും ഒക്കെ തന്നെ ഭയങ്കര രസമാണ്. നല്ല കാറ്റുമാണ്, ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രമാത്രം കാറ്റും കൂടിയാണ് ഇവിടെ ഉള്ളത്. ദൂരെ മഞ്ഞണിഞ്ഞ മലനിരകൾ കാണാം, അതിങ്ങനെ സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്നുണ്ട്. മുകളിൽ ഒരു കാണാം. ഒരു കോഫി കൊണ്ടുപോണേ. ഇവിടെ നമ്മളൊരു കാപ്പി കഴിക്കാൻ നിർത്തിയാണ്. ലോക്കൽ മാർക്കറ്റാണ് ഇവിടുത്തെ. ഇവിടുത്തെ ഒരു വലിയ ബ്രെഡ്. അങ്ങനെ പർവ്വതനിരകൾ കണ്ട് കേബിൾ കാർ യാത്രയും നടത്തി തടാകവും കണ്ട് ഞങ്ങൾ തിരിച്ച് താഷ്കെൻഡിലേക്ക് പോവുകയാണ്. ബാക്കി കാഴ്ചകൾ താഷ്കെൻഡിൽ ചെന്ന് കാണാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാഴ്ചകൾ കാണാനുണ്ട്. ആ കാഴ്ചകളിലേക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം.